രാജ്യത്ത് ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ക്ഷുഭിതനായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. മാധ്യമങ്ങൾ കേരളത്തിലെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. മുനമ്പത്ത് ജനങ്ങൾക്കെതിരെ നിന്നവരാണ് കേരളത്തിലെ മാധ്യമങ്ങളെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. മുനമ്പത്ത് മിക്കവാറും മാധ്യമങ്ങള് മുനമ്പത്തെ ജനങ്ങൾക്ക് എതിരായിരുന്നു. ഞാൻ എടുത്തു കാണിക്കാം. പല മാധ്യമങ്ങളും ഞാൻ എടുത്തു കാണിക്കാം. അപ്പൊ അതുകൊണ്ട് നിങ്ങള് കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മറച്ചുവെക്കുന്നു. എല്ലാ കാര്യങ്ങളും മറച്ചുവെക്കുന്നു. എല്ലാ വാർത്തകളും എല്ലായിടത്തും കാണിച്ചു. നിങ്ങൾ എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? നിങ്ങൾ മലയാളം ചാനലല്ലേ? മലയാളം ചാനലല്ലേ? ഞങ്ങൾ ജോലി ചെയ്യുന്നത് ഡൽഹിയിലാണ്. ഞങ്ങളുടെ അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് അബദ്ധം പറ്റിയത്. തിരുവനന്തപുരത്തെ അറിയാൻ മേലാത്ത കാര്യം ചോദിക്കുന്നു. അതാണ് ചോദിക്കുന്നത്. എന്നോട് ആദ്യം ചോദിച്ചത് തിരുവനന്തപുരത്തെ അറിയാൻ മേലാത്ത കാര്യം ചോദിച്ചു. ഒരു പ്രശ്നമുണ്ട്, എന്താണ് അതിൽ അഭിപ്രായം എന്നാ ചോദിച്ചത്? അല്ല, നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നല്ലേ പറഞ്ഞു? എല്ലാം അറിയാം. നമ്മൾ വന്നതേ പോലെയല്ലോ, എല്ലാം അറിയാം. സജു തോമസ് വിവരങ്ങൾ നൽകും. സജു, എന്താണ് കേന്ദ്രമന്ത്രിയെ ചൊടിപ്പിച്ചത്? ദിവ്യ, ഇന്ന് മൻ കി ബാത്തുമായി ബന്ധപ്പെട്ടൊരു പരിപാടിക്ക് വന്നതായിരുന്നു കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. അതിനിടയിലാണ് മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്ത്യാനികൾക്കെതിരെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം ചോദിച്ച് അദ്ദേഹം ന്യൂനപക്ഷ സഹമന്ത്രി കൂടിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മാധ്യമങ്ങളുടെ പണി കൃത്യമായി ചെയ്യുന്നില്ല, രാജ്യത്ത് ഭാഗത്ത് പ്രശ്നങ്ങളുണ്ടാകുന്നു, പക്ഷേ കേരളത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങളിൽ നിങ്ങൾ മൗനം പാലിക്കുകയാണ്, നിങ്ങൾക്ക് ചില അജണ്ടയുണ്ട്, ചാനൽ മുതലാളിമാർ പറയുന്നത് പോലെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. അത്തരത്തിൽ മാധ്യമ പ്രവർത്തകരെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തുകയും അതോടൊപ്പം തന്നെ അദ്ദേഹം ക്ഷുഭിതനായി പ്രതികരിക്കുകയും ചെയ്യുന്നതാണ് മറ്റു ചോദ്യങ്ങളിൽ കണ്ടത്. അദ്ദേഹം നമ്മൾ ചോദിച്ച ഒരു ചോദ്യത്തിനും കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞില്ല. മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കല്ല അദ്ദേഹം മറുപടി പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ അദ്ദേഹം ചില കാര്യങ്ങൾ പറയുകയായിരുന്നു. പ്രത്യേകിച്ച് രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ ഉണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നടപടി ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് മാത്രമാണ് പറഞ്ഞത്. പക്ഷേ എന്തുകൊണ്ട് നടപടി വൈകുന്നു അല്ലെങ്കിൽ BJP നേതാക്കൾക്കെതിരെ എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തത് എന്ന കാര്യത്തിൽ അദ്ദേഹം യാതൊരു പ്രതികരണം നടത്തിയിട്ടില്ല. മാധ്യമങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്.